ഗുഡ് മോർണിംഗ്. രാവിലെ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം സ്കൂളുള്ളപ്പോൾ 6:30 ആകുമ്പോൾ എണീക്കുക. ഇപ്പം സ്കൂളില്ലല്ലോ, അപ്പോൾ അവിടെ താമസിച്ചൊക്കെ എണീക്കുന്നത്. പിന്നെ ചേട്ടന് പോകണം, അപ്പോൾ ചേട്ടന് പുട്ട് മതിയെന്ന് പറഞ്ഞപ്പോൾ പുട്ടുണ്ടാക്കണം. പിന്നെ മക്കൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോയാലോ? നമുക്ക് കിച്ചണിലോട്ട് പോകാം. കാടിയിൽ നിന്ന് മേടിച്ച ഈ ഫ്ലവറൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ വെച്ച് ടി വിയുടെ പുറത്തൊക്കെ വെച്ചിട്ടോ. ഇവിടെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, സാധാ രീതിയിലാണ്. പിന്നെ മക്കൾ രണ്ടുപേരും നല്ല ഉറക്കം കേട്ടോ, നല്ല ഉറക്കമാണ്. രണ്ടുപേരും ഉറങ്ങുവാണ്. പിന്നെ ഇവിടെ എൻ്റെ മക്കളെ ഫോട്ടോ കേട്ടോ. ഇവിടെ ഞങ്ങളെ എൻ്റെ മേക്കപ്പ് സാധനം ഇങ്ങനെ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ആയിട്ട് വെക്കുന്നത്. പിന്നെ ഫ്രിഡ്ജിൻ്റെ മേളിലും കൊണ്ടുവന്ന് വെച്ചു. പിന്നെ നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചണിലും കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഞാനിങ്ങനെ ഈ സ്റ്റാൻഡിൽ ഇങ്ങനെ അങ്ങ് വെച്ചു. പിന്നെ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. തേങ്ങ തിരുകി തരും കേട്ടോ. ഇവിടെ കൂടുതലും തേങ്ങ എനിക്ക് തിരുകുന്ന ചേട്ടനാട്ടോ. പിന്നെ തേങ്ങ തിരുവണം. പിന്നെ ചേട്ടൻ്റെ വന്ന് ചായ ഇട്ടു കേട്ടോ. ചേട്ടന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ചായ കുടിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ എന്നെ വിളിക്കാതെ ചേട്ടനിട്ടു. ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തു തരുമെന്ന്. പിന്നെ തേങ്ങയും കൂടി തിരുകി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിനി അങ്ങ് പണികളിലോട്ട് കിടക്കാം. പുട്ടുണ്ടാക്കാവേ. പിന്നെ ഗോതമ്പ് മാവില്ലാണ്ട് അതിനകത്ത് തേങ്ങയും ഉപ്പൊക്കെ ഇട്ട് പിന്നെ നമുക്ക് പുട്ടുകുറ്റിയിൽ വെള്ളം വയ്ക്കും. നമുക്ക് കുഴയ്ക്കാതെ. ഞാൻ പറഞ്ഞില്ലേ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കും. ഇപ്പം മടിയാന്ന് പറഞ്ഞാൽ സ്കൂളൊന്നും ഇല്ലല്ലോ. പിന്നെ മക്കളാണെങ്കിൽ 10:30 ആവും കേട്ടോ ട്യൂഷന് പോകാൻ. അപ്പോൾ പിന്നെ പേതൊക്കെ മതി. പിന്നെ ചേട്ട 8:30-ക്കൊക്കെ പോണോണ്ടാ പിന്നെ നമ്മൾ അങ്ങ് എണീക്കുന്നത്. എങ്കിലും 7:30 കഴിഞ്ഞ് തന്നെ ചേട്ടൻ വിളിക്കത്തുള്ളൂ കേട്ടോ. ചേട്ടൻ പറയും ഉറങ്ങിക്കോന്ന്. പിന്നെ ചേട്ടൻ ചായയൊക്കെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചേട്ടൻ അതൊക്കെ ചെയ്തു തരും കേട്ടാ. ഈ വീട് ഞാൻ ഇപ്പം തന്നെ എടുക്കുവാടെ. ഞാൻ അടുക്കളയില്ലേ എവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചൊക്കെയാണ് എടുക്കുന്നത്. കഷ്ടപ്പാട്. കാരണം മക്കളൊന്നും ഉറക്കം എണീറ്റില്ല. പുട്ടിന് മാവ് റെഡിയാക്കുക കേട്ടോ. നമുക്ക് എന്താ പറയാ, മാവ് റെഡിയാക്കാം കേട്ടോ. ഞാൻ താമസിച്ചാട്ടോ കിടക്കുന്നത്. നമ്മൾ ലൈവ് വരുമല്ലോ ചാനലില്. ലൈവ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബിഗ് ബോസ് കാണുക, അല്ലെങ്കിൽ മാറി എന്ന് ചോദിച്ചത്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരുന്നിട്ടൊക്കെ ആട്ടോ നമ്മൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്നു. അതാ ഇപ്പൊ താമസിക്കുന്നത്. കാരണം ചേട്ടൻ ജോലിക്ക് പോയാൽ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ലൈവ് പോയി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിട്ടുന്ന സമയം ഇച്ചിരി സംസാരിക്കും. കാരണം രാവിലെ ജോലിക്ക് പിന്നെ നമുക്ക് ഇച്ചിരി നേരമൊക്കെ സംസാരിക്കണമെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങളെ മോനും കാണും, ചിലപ്പോൾ മക്കൾ ഉറങ്ങും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കാര്യമൊക്കെ പറഞ്ഞ് ചർച്ചകളൊക്കെ നടത്തും. ഇങ്ങനെ കേട്ടോ. എന്നും മുടങ്ങാതെ ഡേ മൈ ലൈഫ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടേ. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരുമ്പം നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും. നമുക്ക് പുട്ടിനുള്ള മാവ് ഇതാക്കട്ടോ. ആക്കി വെക്കാവേ. പുട്ടിന് വെച്ചേട്ടോ. ഒരു കള്ളിപ്പെണ്ണ് ഇടയ്ക്ക് ഉണർന്ന് ഇങ്ങനെ എന്നെ വന്ന് നോക്കുന്നു. പിന്നെ കള്ളി ഓടിപ്പോയി കിടക്കുന്നു. അങ്ങനെയൊക്കെ കേട്ടോ. എൻ്റെ മോളെ ആരും ഒന്നും കഴിക്കുന്നില്ലടേ. വാക്സിനൊക്കെ എടുത്ത് ഞാൻ വിഷമിച്ചിരിക്കും. കള്ളി ഓടി വരുക, ഓടിപ്പോയി കിടക്കുന്നുണ്ടോ കള്ളി. ട്യൂഷന് പോവാതിരിക്കാനുള്ള അട വന്ന് പോയേ പറ്റുള്ളൂ. അത് ഞാൻ ചായ പ്ലാനൊക്കെ മാറിയിട്ട് എൻ്റെ മൂത്തേമ്മ വന്നു. അപ്പോൾ മൂത്തേമ്മ പറഞ്ഞ് മൂത്തേമ്മയെ നമ്മളെല്ലാം കൂടി ഞാനും
കൊച്ചുങ്ങളും മൂത്തേമ്മയും കൂടി അങ്ങ് അമ്മയെടുത്ത് പോവുക കേട്ടോ. ഡേ മൈ ലൈഫ് ഇടാമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. അങ്ങോട്ട് പോവാം. അപ്പോൾ അവിടുത്തെ വീഡിയോകളൊക്കെ ഇടാവേ. ഇപ്പം ഞങ്ങൾ ഒരുങ്ങി റെഡിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുക കേട്ടോ അമ്മയെടുത്തോട്ട്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളെല്ലാവരും അങ്ങ് പോവുകയാണ്. ഡേ മൈ ലൈഫ് എടുക്കാൻ എന്നിട്ട് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഓട്ടോ വിളിച്ചു. ഓട്ടോ ഇപ്പോൾ വരും കേട്ടോ. ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു കേട്ടോ. എൻ്റെ മൂത്തമ്മ വയലിൽ കൃഷി ചെയ്യുന്ന പയറാട്ടോ. ആ പയർ പിന്നെ അതൊക്കെ കൊണ്ടുവന്നു. പിന്നെ അവർ അനിയത്തിയും ചേട്ടത്തിയും അതുപോലെ അനിയത്തിയും ചേട്ടത്തിയും കാണുമ്പോൾ അറിയാമല്ലോ, അവരവരെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചക്കിയൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.